ഓപ്പറേഷൻ സിന്ദൂർ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളടക്കം 26 സാധാരണക്കാർ കൊല്ലപ്പെടാൻ കാരണമായ ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22-ന്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളടക്കം 26 സാധാരണക്കാർ കൊല്ലപ്പെടാൻ കാരണമായ ഭീകരാക്രമണം നടന്നത് 2025 ഏപ്രിൽ 22-ന്. പാക് പിന്തുണയുള്ള ഭീകരർ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അതിക്രമിച്ചു കയറുകയും സാധാരണക്കാരായ ജനങ്ങളോട് മതം ചോദിച്ച ശേഷം അവരെ വെടിവെച്ചു കൊല്ലുകയുമായിരുന്നു. പാക് പിന്തുണയുള്ള ഭീകരർ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അതിക്രമിച്ചു കയറുകയും സാധാരണക്കാരായ ജനങ്ങളോട് മതം ചോദിച്ച ശേഷം അവരെ വെടിവെച്ചു കൊല്ലുകയുമായിരുന്നു. അനന്ത്നാഗ് ജില്ലയിലെ ബൈസാൻ താഴ്വരയിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. അനന്ത്നാഗ് ജില്ലയിലെ ബൈസാൻ താഴ്വരയിലാണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പഹൽഗാം. ജമ്മു കാശ്മീരിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പഹൽഗാം. പഹൽഗാമിലെ ആക്രമണത്തോടുള്ള പ്രതികരണമെന്ന നിലയിൽ കൃത്യത്തിന് ചുക്കാൻ പിടിച്ച ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ആക്രമണത്തോടുള്ള പ്രതികരണമെന്ന നിലയിൽ കൃത്യത്തിന് ചുക്കാൻ പിടിച്ച ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് 2025 മെയ് 7-ന്. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് 2025 മെയ് 7-ന്. സിന്ദൂർ എന്നത് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ പ്രതീകവും ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും. ഇപ്പം സിന്ദൂർ എന്നത് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ പ്രതീകവും ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും. ഓപ്പറേഷൻ സിന്ദൂറിന് ആ പേര് നൽകിയത് നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ആ പേര് നൽകിയത് നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടത്തിയത് വിശദീകരിച്ച വനിതാ ഓഫീസർമാർ: കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടത്തിയത് വിശദീകരിച്ച വനിതാ ഓഫീസർമാർ: കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇന്ത്യൻ സായുധ സേന 9 ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഇന്ത്യൻ സായുധ സേന 9 ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഇവയിൽ 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലും 9 കേന്ദ്രങ്ങൾ പാക് അധിനിവേശ കാശ്മീരിലുമാണ്. 4 കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലും 5 കേന്ദ്രങ്ങൾ പാക് അധിനിവേശ കാശ്മീരിലും. പുൽവാമയിലും മുംബൈയിലും നടത്തിയ വലിയ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നീ ഭീകര സംഘടനകളുടെ പ്രധാന കമാൻഡ് സെൻ്ററുകളായിരുന്നു ഈ സ്ഥലങ്ങളിൽ. പുൽവാമയിലും മുംബൈയിലും നടത്തിയ വലിയ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ എന്നീ ഭീകര സംഘടനകളുടെ പ്രധാന കമാൻഡ് സെൻ്ററുകളായിരുന്നു ഈ സ്ഥലങ്ങൾ. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം HQ-9. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം HQ-9.